നമസ്കാരം. ചേച്ചിക്ക് ഫെമിനിസത്തിനെ പറ്റി എന്താ അഭിപ്രായം? ഫെമിനിസം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വാക്കാണ് ഫെമിനിസം. എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് അറപ്പാണ് ഫെമിനിസത്തിനോട്. എന്തിനാണ് ഫെമിനിസം? എന്തിനാണ് ഈക്വാലിറ്റി? സ്ത്രീയും പുരുഷനും ഈക്വൽ അല്ല. പുരുഷൻ്റെ കാലിൻ്റെ കീഴിൽ വേണം സ്ത്രീ കിടക്കാൻ. ആണ് ജോലിക്ക് പോവണ്ടെന്ന് പറഞ്ഞാൽ പോവരുത്. പ്രൊവൈഡ് ചെയ്യാൻ അവരുണ്ടല്ലോ. നമ്മൾ എന്തിനാണ് പോകുന്നത്? പഠിത്തം നിർത്താൻ പറഞ്ഞാൽ പഠിത്തം നിർത്തണം. അവിഹിതത്തിനെ കുറിച്ച് 2 വാക്ക്. അവിഹിതം അതായത് എന്തുകൊണ്ടാണ് ഒരു ആണ് വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പോകുന്നത്? കല്യാണം കഴിഞ്ഞൊരാണ്, അതായത് അയാൾക്ക് വീട്ടിൽ ഭാര്യ ആവശ്യമുള്ള സ്നേഹവും പരിഗണനയും കൊടുക്കാത്തത് കൊണ്ടാണ് ഇയാൾ വേറെ പെണ്ണിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പം ആരുടെ കുഴപ്പമാണ്? ഭാര്യയുടെ കുഴപ്പമല്ലേ? സ്ത്രീയുടെ കുഴപ്പമല്ലേ? ശരി, അപ്പം ആണുങ്ങൾ പോയി റേപ്പ് ചെയ്യുന്നതൊക്കെയോ? റേപ്പ് ചെയ്യുന്നത് അതായത് ഭാര്യ കൊടുക്കാത്തത് കൊണ്ടാണ്. അതിനിപ്പം ആണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങൾ ഭയങ്കര പാവങ്ങളാണ്. നമുക്ക് അവരെ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. ചേച്ചി ഏതുവരെ പഠിച്ചു? ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അതെ. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ജോലിക്കൊന്നും പോകണ്ട, ഏട്ടൻ്റെ വീട്ടുകാരെയും പിന്നെ കുട്ടികളൊക്കെ ആവുമല്ലോ. 4 മക്കളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നോക്കി വീട്ടിലിരുന്നാൽ മതി. അപ്പം പിന്നെ ഞാൻ പഠിത്തത്തിനെ പറ്റി ഒന്നും ചിന്തിച്ചില്ല. ഇപ്പം അടുക്കളയാണ് എൻ്റെ വേറൊരു ലോകം. ഏട്ടൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഇത് അടുക്കളയാണ്. അപ്പം ഏട്ടന് ആ പരിസരത്തേക്കൊന്നും നോക്കിയേ വേണ്ട. ആൾക്ക് അടുക്കള എന്ന് കേൾക്കണത് കലിയാണ്. നമ്മൾ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. ഒരു 3-4 കറി ആൾക്ക് നിർബന്ധമാണ്. അതൊക്കെ ഇല്ലെങ്കിൽ ഏട്ടൻ്റെ വേറൊരു മുഖം നമ്മൾ കാണും. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏട്ടൻ അടിക്കണതും ഇടിക്കണതും തൊടിക്കുന്നതും ചവിട്ടുന്നതും ഒക്കെ എന്നോടുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്താണ്. അതൊക്കെ ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഏട്ടന് പിന്നെ എന്നെയല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആരും ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്ത് മൊത്തം ചതവും വീഡിയോ ഒക്കെ ആണെങ്കിലും ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇരിക്കാൻ. ഇപ്പം കൊന്നാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഏട്ടൻ്റെ ഭാഗത്താണ് എല്ലാ ന്യായവും ഉള്ളത്. അതുപോലെ നമ്മൾ സ്ത്രീ ഭൂമിയോളം ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എന്തൊക്കെ ചെയ്താലും നമ്മൾ സ്ത്രീകൾ വേണം ക്ഷമിച്ച് സഹിച്ച് ഇരിക്കാനായിട്ട്. കുട്ടി മാരീഡ് അല്ല? അല്ല ചേച്ചി. കല്യാണം കഴിക്കും കേട്ടോ. അത് വല്ലാത്തൊരു ജീവിതമാണ്. ഭയങ്കര ആനന്ദവും ഉന്മേഷമൊക്കെ തരുന്ന, ഇടയ്ക്ക് 2 തല്ലൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സുഖം. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്.